നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരൻ ജോലിയെടുക്കുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഒല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് മർദ്ദിക്കുന്ന രംഗം കണ്ട് നടപടിയെടുക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ഓണം വർണ്ണാഭമാക്കാൻ ചെങ്ങാലിക്കോടനും സ്വർണമുഖിയും ഉത്രാടച്ചന്ത കീഴടക്കി. കുണ്ടുക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓണ സദസ്സ് 2025 മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. CSB ബാങ്കിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CSB ബാങ്ക് സമരസഹായ സമിതി ഹെഡ് ഓഫീസിന് മുൻപിൽ പട്ടിണി സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് സ്റ്റേഷന് 50 മീറ്റർ മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ റോഡിൽ യോഗം ചേർന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചു. തുടർന്നായിരുന്നു പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി ഗതാഗതക്കുരുക്ക് നേരിട്ടു. കൂടാതെ ഓണത്തോടനുബന്ധിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന വാഹനങ്ങൾ റോഡുകളിൽ വർദ്ധിച്ചതോടെ ഗതാഗത തടസ്സം രൂക്ഷമായി. യോഗം ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി, പ്രമോദ് താണിക്കുടം, സംസ്ഥാന സെക്രട്ടറി പ്രമോദ് താണിക്കുടം, ജെയ്ജു സെബാസ്റ്റ്യൻ, വിനോദ് പടിക്കല, ധനേഷ്, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ്, രാജീവ് എന്നിവർ പങ്കെടുത്തു. നമ്മളെല്ലാവരും കണ്ടു. ഇവിടെ പോലീസ് സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടുത്തെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ഈ സന്ദീപ് എന്ന് പറയുന്ന മണ്ണുത്തി സ്റ്റേഷനിലെ പോലീസുകാരനോട് ഒന്നേ പറയാനുള്ളൂ, ഈ തെരുവോരങ്ങളിൽ പേപ്പട്ടിയെ തല്ലി ചതച്ചു കൊല്ലുന്നത് പോലെ നിന്നെ പോലെ ഇവിടുത്തെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കാമെന്ന് കരുതിയാൽ നിന്റെയൊക്കെ ഗതി തെരുവോരങ്ങളിലായിരിക്കും. ഇതേ തന്നെ ആയിരിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. നമുക്കറിയാം ഈ അന്തി ഉറങ്ങാൻ വീട്ടിലേക്ക് എത്തില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷന്റെ SHO പ്രിയങ്കരനായ ബൈജു സാറിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങയുടെ കീഴിലാണ് ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരൻ ഇരിക്കുന്നത്. അങ്ങ് വേണം അങ്ങയുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. കാരണം അത് നിങ്ങൾക്കും കൂടി അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈ സ്റ്റേഷനിലേക്കല്ല, ഈ സന്ദീപിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട അൽജോ ചാണ്ടിയാണ്. അൽജോ ചാണ്ടിയെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയുടെ അമരക്കാരൻ പ്രിയങ്കരനായ ഹരീഷ് മോഹനാണ്. ഹരീഷ് മോഹനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രിയങ്കരനായ പ്രമോദ് താണിക്കുടമാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ DCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജെജു സെബാസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട നോബി, പ്രിയപ്പെട്ട സുമേഷ്, പ്രിയങ്കരനായ ബിനോയ് പടിക്കല ഉൾപ്പെടെ പ്രിയപ്പെട്ട ഉണ്ണി ഉൾപ്പെടെ ഉള്ള ധനേഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയപ്പെട്ട ഡേവിസ് ഏട്ടൻ, DCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ രാജീവേട്ടൻ ഉൾപ്പെടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉൾപ്പെടെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള നാട് കണ്ടത് അതിക്രൂരമായി നമ്മുടെ ചോന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെ കാരണമായി അറസ്റ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായി സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ കേരള നാട് ഫുള്ള് കണ്ടത്. നിങ്ങൾ മർദ്ദിക്കുന്ന ഈ 4 പോലീസുകാരുൾപ്പെടെ ഇപ്പോഴും സർവീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നാണ് DGP ഇന്നലെ പറഞ്ഞത്. DIG പറഞ്ഞത് ഇവർക്ക് നേരെ നടപടി എടുത്തു എന്നാണ്. ഈ സ്ഥലം മാറ്റുന്നതാണ് നടപടി. ഇവരെ ഈ അതിക്രൂരമായി മർദ്ദിച്ച ഇവരെ 4 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പിണറായി സർക്കാർ ഇവരെ കാക്കി അഴിച്ചു വയ്ക്കുകയാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ 8 മാസം 9 മാസം കഴിഞ്ഞോട്ടെ, ഈ ഭരണം ഒന്ന് മാറിക്കോട്ടെ. നിങ്ങളോട് ഞങ്ങൾ ഓപ്പണായി പറയുന്നു, ഇനി ഇവരെ ഈ കാക്കിയിട്ട ഇവരെ യൂണിഫോം അഴിച്ചു വെക്കുന്നവരെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരമുളയായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി കടക്കാൻ നിനക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ പറയുകയാണ്. ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധാർമ്മിക സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ്
നിന്നോടായി പറയുന്നു സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും സമരത്തിന്റെ ഗതി മാറും യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മൂവർണ്ണക്കൊടി സിന്ദാബാദ് മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നടപടിയെടുക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതാണ് സുജിത്തിനെതിരെ ചുമത്തിയ കുറ്റം. മൃഗീയമായ മർദ്ദനം നടന്നു. മൃഗങ്ങൾ പോലും മനുഷ്യരോട് കാണിക്കുന്ന കരുണ പോലീസ് കാണിച്ചില്ല. CCTVയിൽ തങ്ങൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പതിയുമെന്ന് ബോധ്യമുണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് ദൃശ്യങ്ങൾ പുറത്തുവിടില്ല എന്ന ഉറപ്പിന്റെ പുറത്താണ് പിന്നെയും മർദ്ദിച്ചത്. പോലീസിലെ തന്നെ ACP അന്വേഷിച്ച റിപ്പോർട്ടിൽ മർദ്ദനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. കുറ്റക്കാർക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി സർവീസിൽ നിന്നിവരെ പുറത്താക്കി കേരള സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണം. നിരപരാധിയെ തല്ലിച്ചതയ്ക്കാൻ പോലീസിന് ധൈര്യം നൽകിയത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇത് പോലീസ് നടത്തുന്ന നരനായാട്ടിന്റെ തുടർച്ചയാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരത്തിലുള്ള കൊടിയ മർദ്ദനങ്ങൾ കാലപ്രവാഹത്തിൽ മറക്കാമെന്ന് ആരും കരുതണ്ട എന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. ആണ് ശശി എന്ന് പറയുന്ന CPO ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സജീവ് എന്ന് പറയുന്ന CPO വെസ്റ്റിലുണ്ട്. സന്ദീപ് എന്ന് പറയുന്ന CPO മണ്ണുത്തിയിലുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്ത ഷജീർ പഴയന്നൂർ വില്ലേജ് ഓഫീസിലുണ്ട്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഈ നടപടി സ്വീകരിക്കാതായപ്പോഴാണ് നിയമപരമായി ഇവർ കോടതിയെ സമീപിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ തെളിവാണ്. ഈ പോലീസ് സംഘം നരനായാട്ടിലൂടെ അല്ലെങ്കിൽ ക്രൂരമായ ഈ നായാട്ടിലൂടെ നടത്തിയത്. മൃഗങ്ങൾ പോലും മനുഷ്യരോട് കരുണ കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആനയുടെ മുന്നിൽ പോലും പെട്ടുപോകുന്ന മനുഷ്യരെ ഉപദ്രവിക്കാണ്ട് മാറിപ്പോകുന്നവരെ ആ ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മൃഗങ്ങൾ കാണിക്കുന്ന ഒരു കരുണ പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനോട് പോലീസ് കാണിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. ഇന്ന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്രാടപ്പാച്ചിലും നേന്ത്രവാഴ കർഷകരുടെ മനസ്സിൽ നൊമ്പരങ്ങളുടെ വേലിയേറ്റം. സങ്കീർണമായ പ്രതികൂല അവസ്ഥയിലും നേന്ത്രവാഴ കർഷകർ രാജാതിരാജനായ ചെങ്ങാലിക്കോടനും കിടപിടിക്കുന്ന സ്വർണമുഖി നേന്ത്രവാഴത്തോട്ടങ്ങളിൽ പരിപാലിച്ചും നിരീക്ഷിച്ചും പ്രതിസന്ധികളെ തരണം ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോൾ നേന്ത്രപ്പഴത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്
കീർത്തി നേടിയ നേന്ത്രപ്പഴങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ അമാന്തം കാണിക്കുന്നു. ചെങ്ങാലിക്കോടൻ കിലോയ്ക്ക് 85 രൂപ, ഉത്രാടമാകുന്നതോടെ 100 രൂപയിൽ കവിയും. കാണാൻ ചന്തത്തിൽ കുറവില്ലാത്ത പഴങ്ങൾ 50-60 രൂപയ്ക്ക് വിറ്റഴിക്കുന്നു. പിശകിയാൽ 50 രൂപയ്ക്കും കൈക്കലാക്കാം. മിക്കയിടങ്ങളിലും ഓണച്ചന്തകളും കച്ചവടവും ആശങ്കയേറുന്നു. അമിത പലിശയ്ക്ക് പണമെടുത്താണ് നേന്ത്രവാഴ കർഷകർ ഈ സംരംഭത്തിലേക്ക് തുനിയുന്നത്. വസ്ത്ര വിപണന കേന്ദ്രങ്ങളിലും അല്പം നിരാശയുണ്ടെങ്കിലും രാവിലെ മുതൽ ഉത്രാടപ്പാച്ചിലിന്റെ പ്രതീതിയായിരുന്നു. ചന്തകളിലും മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ സാമാന്യത്തിലധികം ജനത്തിരക്കുണ്ടായിരുന്നു. മഴ ചെറുതായി ഭീഷണി ഉയർത്തിയെങ്കിലും അന്തരീക്ഷം മേഘാവൃതമായി നിന്നെങ്കിലും കാര്യമായ മഴയൊന്നും ഉണ്ടായില്ല. ഉത്രാടത്തിരക്കിൽ ഏറ്റവും പ്രയാസം സൃഷ്ടിച്ചത് വാഹനത്തിരക്ക്. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ വാഹനങ്ങളിൽ എത്തിയവർ നട്ടം തിരിഞ്ഞു. കൂറ്റൻ തൃക്കാക്കരയപ്പൻ ഉയരുന്നു. വടക്കുന്നാഥ ക്ഷേത്ര നടയിൽ കൂറ്റൻ തൃക്കാക്കരയപ്പനെ ഉയർത്തുന്നു. തൃശൂർ സമർപ്പണ ഒരുക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാടനാളിൽ രാവിലെ 9 മണിക്ക് തിരുവാതിര, ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന പുലിക്കൊട്ട്, ശ്രീ പാർവതിയും ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പക, ഓണപ്പാട്ടുകൾ എന്നിവ ഉണ്ടായിരിക്കും. ശ്രീകുമാർ ആമ്പല്ലൂരാണ് 25 അടി വലുപ്പമുള്ള തൃക്കാക്കരയപ്പന്റെ ശില്പി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഒളിച്ചുകളി തുടരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അനധികൃതമായി വോട്ടർമാരാക്കി കൃത്രിമത്വം നടത്തിയതായി തെളിവുകൾ സഹിതം പുറത്തുവന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല. വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ മണ്ഡലം സെക്രട്ടറിയും LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ മണ്ഡലം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KB സുമേഷ് നൽകിയ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ ലഭ്യമായ മറുപടി സംശയകരമാണ്. തിരഞ്ഞെടുപ്പിന്റെ മുഖ്യഘടമായ ഇലക്ട്രൽ റോൾ സംബന്ധിച്ച് ഉയർന്നുവരുന്ന സംശയം ദൂരീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ മുതിരാതെ ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ മറച്ചുപിടിക്കുന്നു. 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടറായിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത BJPക്കാരുടെ വോട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ റോളിൽ കാണുന്നില്ല. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് 2024 തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രസ്തുത വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആ വോട്ടെന്ന് പറയുന്നത് ചിലക്കൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ 190 സീരിയൽ നമ്പർ 158 എപ്പിക് നമ്പർ SP 01000867 എന്ന നമ്പറിൽ അദ്ദേഹത്തിന് വോട്ടുള്ളത്. സ്ഥലത്തിന്റെ പേര് ചിലക്കൂരിപ്പെട്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ ID Z 2302644 എന്ന നമ്പർ, ബൂത്ത് നമ്പർ 190, സീരിയൽ നമ്പർ 158, ആന്ധ്രാപ്രദേശിലാണ്. അപ്പോ അദ്ദേഹത്തിന് അതേസമയത്ത് അദ്ദേഹം ഇവിടെ ഓടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓടിയെടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അതേ എപ്പിക് നമ്പർ ചേർക്കേണ്ടതായിരുന്നു. അതായത് നമുക്കൊരു എപ്പിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എപ്പിക് നമ്പറിലാണ് ഇവിടെ വോട്ട് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഇഷ്യൂരിക്കുന്ന ID കാർഡ് എന്ന് പറയുന്നത് ID Z 2302644 എന്ന പേര് തൃശ്ശൂരിലെ ബൂത്ത് നമ്പർ 27 ശ്രമ നമ്പർ 800 അപ്പോ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട, നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ കൊടുത്ത് മാത്രമല്ല പ്രകാരം. ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന BJPയുടെ ആളുകൾ ഇപ്പോ അവനിശ്ശേരി പഞ്ചായത്തിലെ BJP നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ടുകളൊക്കെ അവിടെ പോയി. പാർലമെന്റ് ഇലക്ഷനിൽ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷവും ഓണക്കോടി വിതരണവും ജവഹർ ബാലഭവനിൽ ചെയർമാൻ സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബസിലിക്ക ട്രസ്റ്റി ജോസ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ റെജി ജോയ് മുഖ്യാതിഥിയായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് MD ഡോക്ടർ സ്വാതി S ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതിലുപരി എല്ലാവരുടെയും കൂടെ ഒരു പുതിയൊരു ഫാമിലി ഉണ്ടായി എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാൻ ഒരു വേള ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനുമാണ്. പിന്നെ എൻ്റെ ഫാദർ കൂടിയാണ്.
ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒത്തിരി സന്തോഷം. പുരസ്കാരങ്ങൾ അവരുടെ ജീവിതം തന്നെ അർത്ഥപൂർണ്ണമാക്കും. സ്മിത എന്ന അവാർഡ് നൽകിയ ചെയർമാൻ CSB ബാങ്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CSB ബാങ്ക് സമരസഹായ സമിതി ഹെഡ് ഓഫീസിന് മുൻപിൽ പട്ടിണി സമരം നടത്തി. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. T നരേന്ദ്രൻ, ജെറിൻ K ജോൺ, SS അനിൽ, ജോൺസൺ ആവോക്കാരൻ, സോണിയ റോബിൻസൺ, AA ജോൺസൺ, KK രജിതമോൻ, PH വിനീത, സനൽ ബാബു എന്നിവർ സംസാരിച്ചു. ഇല്ലെങ്കിൽ ഈ നയം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നയം മാറ്റാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കേവലം നമ്മുടെ താല്പര്യം മാത്രമല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ തന്നെ ഇല്ലാതാക്കുന്ന വേറെ ഒരു ഇതില്ല, വെടിവെച്ച് കൊല്ലല്ല. ആ നയം മാറും. ആ നയം മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകുള്ളൂ എന്നുള്ള നല്ല തിരിച്ചറിവോടുകൂടി തന്നെയായിരിക്കണം നിങ്ങൾ ഈ പട്ടിണി സമരത്തിൽ പങ്കെടുക്കും. ഞാൻ നല്ലപോലെ പട്ടിണിയാണ്, രാവിലൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ അവിടുന്ന് ഉണ്ടായ ഒരു കോളേജ് കാണുന്നുണ്ട്. കോളേജൊന്നും കൂടുകയാണല്ലേ? എന്താ കാരണം? മക്കളൊന്നും നോക്കുന്നില്ല. ഇത് നോക്കണമല്ലേ? ബാങ്കിൽ ജോലിക്കാരുടെ പിന്നെ മക്കൾക്ക് നല്ല സുഖത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷേ അവസാനം അവർ നമ്മളെ ചീത്ത പറയുകയും രണ്ട് രീതിയിൽ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കണമെങ്കിൽ വേറെ സ്ഥലം വേണമെന്നുള്ള സ്ഥിതിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ വേറൊരു ദുരന്തം. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേവലം നമ്മുടെ മുൻപിലെ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിലൂടെയാണ് നമ്മുടെ കൂടി താല്പര്യം സംരക്ഷിക്കൂ എന്നുള്ള തൊഴിലാളി വർഗത്തിൻ്റെ വിശാലമായ വീക്ഷണം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ സമര പോരാട്ടങ്ങൾ നടത്തേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമരം വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓരോ സമരങ്ങളും വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ സമരങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോളിസിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ. ഇവിടെ ഈ നോട്ടീസിൽ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൽ MP-മാർ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്ര സാഹിബ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം ചെലുത്തി അത്ര പെട്ടെന്ന് കേൾക്കുന്നവരല്ല അവിടെ ഇരിക്കുന്നത്. ആരോ എന്നാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പറഞ്ഞിരുന്നെങ്കിൽ അവർ അംഗീകരിക്കുകയായിരുന്നു. അവർക്ക് ഇതിനേക്കാൾ ഡെമോക്രസി ഉണ്ടാവും. നമ്മുടെ പ്രോവിഡന്റ് പെൻഷൻ ഇതില്ലേ, പ്രോവിഡന്റ് ഫണ്ടല്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഖജനാവിൽ കിടക്കുന്നത്. വിദേശത്ത് നമ്മുടെ സഹോദരങ്ങൾ അയച്ചു കൊടുക്കുന്ന മണി ഓർഡറിൻ്റെ വലിയൊരു പോർഷൻ പോകുന്നത് ഇന്ത്യൻ ഖജനാവിലേക്കാണ്. നയാ പൈസ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രോവിഡന്റ് പെൻഷൻ കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് സംയുക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിൽ ഭരണകക്ഷിയിലെ ആളുകൾ പോലും പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വേറിട്ട വഴികളിലൂടെ ബോധവൽക്കരണം നടത്തുകയാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജ് മാസ്റ്റർ. ചെറുപ്രായത്തിൽ കുട്ടികളെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ വേറിട്ട ബോധവൽക്കരണവുമായി മാസ്റ്റർ രംഗത്തെത്തി. തൃശൂർ ജില്ലയിലെ 84 UP വിദ്യാലയങ്ങളിൽ നിന്നായി ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതിയുടെ ഭാഗമായി 5000-ലധികം പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 78 തവണ രക്തം ദാനം ചെയ്ത് ഈ അധ്യാപകൻ മാതൃകയായി. 18 വയസ്സ് മുതൽ കുട്ടികളോട് തങ്ങളുടെ പിറന്നാളുകൾ രക്തം ദാനം ചെയ്ത് ആഘോഷിക്കാൻ ഉപദേശിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട്. വായനയിലൂടെ ലഹരിക്കെതിരെ പ്രവർത്തിക്കാനാണ് UP വിദ്യാലയങ്ങളെ കുട്ടികളെ കേന്ദ്രീകരിച്ച് പുസ്തക ചങ്ങാത്ത പദ്ധതി രൂപീകരിച്ചത്. ഒത്തിരിയേറെ ആളുകൾ അന്ന് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും ചില അധ്യാപകർ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് നിർബന്ധിക്കുമ്പോഴും അദ്ദേഹം കുട്ടികൾക്കാണ് അത് നേരിട്ട് നൽകിയത്. ലഭിച്ച പുസ്തകം വായിച്ച് തനിക്കിഷ്ടപ്പെട്ട ഈശ്വരന് മുൻപിൽ ദിവസവും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് വായിച്ചു കഴിഞ്ഞ പുസ്തകം ഈ ആശയം പറഞ്ഞുകൊടുത്ത് മറ്റൊരു വിദ്യാർത്ഥിക്ക് കൈമാറുന്ന പദ്ധതിക്ക് പിന്തുണയുമായി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദ് മാസ്റ്റർ തുടങ്ങിയവർ രംഗത്തുവന്നു. ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് വിദ്യാലയങ്ങളിലെ UP കുട്ടികൾക്ക് മീൻ അക്വേറിയവും ഫൈറ്റർ വിഭാഗത്തിലുള്ള മത്സ്യത്തെയും സമ്മാനമായി നൽകുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം മാത്രമല്ല, പക്ഷികൾക്കായി സ്നാനപാത്രങ്ങൾ സൗജന്യമായി സമ്മാനിച്ച് വീഴുന്ന
ഓവർഫ്ലോ വീഴുന്ന സ്ഥലങ്ങളിൽ പാത്രങ്ങൾ വെക്കാനും മാസ്റ്റർ ശ്രമിക്കുന്നു. വിദ്യാർത്ഥി കൂട്ടായ്മകൾ വേദികളിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്ന സെമിനാറുകൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. 24 കേരള ബറ്റാലിയൻ NCCയുടെ മേജർ റാങ്കിലുള്ള ഓഫീസറാണ് ഇദ്ദേഹം. പിന്തുണയുമായി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂളിലെ ഗണിത അധ്യാപികയായ ഭാര്യ അമ്പിളി പീറ്ററും മക്കളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവരും രംഗത്തുണ്ട്. കരുമത്ര പരിശുദ്ധാരോഗ്യ മാതാവിന്റെ 43ാം തിരുനാൾ 6, 7, 8 തീയതികളിൽ ആഘോഷിക്കും. കഴിഞ്ഞ മാസം 31-ന് അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കൊടിയേറ്റം നടത്തി. 6-ന് കൂടുതൊറുക്കൽ ശുശ്രൂഷയും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാങ്കിൽ മുഖ്യ കാർമ്മികത്വത്താൽ ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകിട്ട് 10 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്ന് അമ്പെഴുന്നള്ളിപ്പുകൾ എത്തും. 7-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് ഊട്ട് വെഞ്ചിരിപ്പും പ്രസിദ്ധന്തി വാഴ്ചയും തലമുണ്ഠന വഴിപാടും ആരോഗ്യമാതാമൃത പായസ വിതരണവും നടക്കും. ദിവ്യബലിക്ക് വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ കാർമ്മികനാകും. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് കാർമ്മികനായിരിക്കും. ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണം, ബർത്ത്ഡേ കേക്ക് മുറിക്കൽ, ഗാനമേള എന്നിവയുണ്ടാകും. തിരുനാൾ കൊടിയേറ്റ് മുതൽ തിരുനാൾ ദിനം വരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തദാനം, കേശദാനം, ആശുപത്രിയിൽ ഭക്ഷണ വിതരണം, തപാൽ സ്റ്റാമ്പ് പ്രകാശനം, പുരാതന വസ്തുക്കളുടെ എക്സിബിഷൻ, വൃക്ഷത്തൈ വിതരണം എന്നിവയുണ്ടാകും. വികാരി ഫാദർ മനോജ് കീഴിരുമുട്ടിക്കൽ, കൈക്കാരൻ തോമസ് വടക്കൻ, ജനറൽ കൺവീനർ സൈമൺ തേർമഠം, പബ്ലിസിറ്റി കൺവീനർ ബിബിൻ തേർമഠം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആശംസിക്കുകയാണ്. നമുക്കറിയാം നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് ഈ തിരുനാളിൻ്റെ വിജയം. 43ാം പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റെ കരുമത്രയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ വർഷം സെപ്റ്റംബർ 6, 7, 8 തീയതികളിലാണ് ആചരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ 6, 7 അല്ലെങ്കിൽ 7, 8 തീയതികളിൽ എന്നുള്ള രീതിയിനേക്കാൾ ഉപരി 6-ാം തീയതി കൂടി എന്നുള്ള ആ ഒരു തീയതി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അമ്പാണ് അന്ന് നടത്തുന്നത്. ഈ ഒരു തിരുനാളിന് ഒട്ടനവധി പ്രത്യേകതകൾ ഈ തിരുനാളിന് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണ രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ഈ 31-ാം തീയതി കൊടിയേറ്റം മുതൽ നൊവേന കുർബാനകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം മുതൽ ഓരോ ദിവസവും ആ നൊവേന കുർബാനയ്ക്ക് ശേഷം ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ തപാൽ സ്റ്റാമ്പ്, പ്രത്യേകിച്ച് കരുമത്ര ആരോഗ്യമാത ആ പേര് എഴുതിയിട്ടുള്ള ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് ഈ പ്രാവശ്യം പ്രകാശനം ചെയ്യുന്നു. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായി സുറിയാനി സഭയുടെ നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളി ഇടവകയുടെ നവീകരിച്ച ഓഫീസിന്റെ വെഞ്ചരിപ്പ് കർമ്മം പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തി. സഭയുടെ മേലധ്യക്ഷൻ അഭിവന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ AC അന്തോണി, ഫാദർ ലാസർ മടത്തുംപടി, ഡോക്ടർ മൈക്കിൾ P വള്ളവന്ത്ര, ഫാദർ MD അബി, ഫാദർ VV ജോസഫ് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും നടന്നു. കേന്ദ്ര ട്രസ്റ്റി ചെയർമാൻ അബി പൊന്മണിശ്ശേരി, ഇടവക വിശ്വാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അഭിവന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തിരുമേനി പുതിയ ഓഫീസിന്റെ ഫലകം അനാച്ഛാദനം ചെയ്തു. കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, സഭാ കൌൺസിൽ അംഗങ്ങളായ ജീസ് AJ, ഹെലൻ ബാബു, ജിൻസൺ പോൾ, ബിനീഷ് K ലാസർ എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി മുളങ്കുന്നുത്തുകാവ് വനിതാ ഹോസ്റ്റലിലേക്ക് മെയ്ട്രൺ, വാർഡൻ, വാച്ച്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ട്. മുളങ്കുന്നുത്തുകാവ് വനിതാ ഹോസ്റ്റലിൽ ഒഴിവുള്ള ഒരു മേട്രൺ തസ്തികയിലേക്കും പുല്ലഴി വനിതാ ഹോസ്റ്റലിൽ ഒഴിവുള്ള ഒരു വാർഡൻ തസ്തികയിലേക്കും ഒരു വാച്ച്മാൻ തസ്തികയിലേക്കും നിയമനം നടത്തുന്നു. അപേക്ഷകൾ സെപ്റ്റംബർ 17 വരെ സ്വീകരിക്കുന്നു. വിശദാംശങ്ങൾക്കായി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ തൃശൂർ ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 048723608449. രാജീവ് ഗാന്ധി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 17ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കാല സ്മരണകൾ പങ്കുവയ്ക്കുന്ന ഓണ സദസ്സ് 2025 സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷനായി. രാജീവ് ഗാന്ധി പഠനകേന്ദ്രം ജില്ലാ ചെയർമാൻ എൽദോ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കുണ്ടുക്കാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV വിജയന്റെ നേതൃത്വത്തിൽ ഓണ സദസ്സിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന P രാധാകൃഷ്ണൻ, O ശ്രീകൃഷ്ണൻ, CV വിമൽ തുടങ്ങിയവരും പങ്കെടുത്തു. 800ഓളം കുടുംബങ്ങൾക്കുള്ള ഓണ സമ്മാനം, ഓണക്കിറ്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു.
ഓണസദ്യ, ഓണക്കിറ്റ് നിറയ്ക്കൽ എന്നിവയ്ക്ക് അനൂപ് തോമസ്, അഖിൽ മാത്യു, രാജു പുലയത്ത്, തോമസ് വടക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. ജീവികളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകും. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഇടപെടാനുമുള്ള നല്ല മനസ്സുണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകന്റെ, യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു 200 രൂപയുടെ പച്ചക്കറി കിറ്റ് ഒരു വീട്ടിൽ കൊണ്ടു കൊടുത്താൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമോ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ തോന്നുന്നവർ നമ്മളെ പുറത്തുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ വലിപ്പം മനസ്സിലാക്കി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതനായ സിവിൽ പോലീസ് ഓഫീസറുടെ വീടിനു സമീപം യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിച്ചു. CPO സജീവന്റെ തൃശൂർ മാടക്കത്രയിലെ വീടിന് സമീപത്തെ മതിലുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമാണ് പോസ്റ്റർ പതിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളടങ്ങിയ വാണ്ടഡ് എന്ന തലക്കെട്ടോടുകൂടിയ പോസ്റ്ററുകളാണ് പതിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രമോദ് താണിക്കുടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് താണിക്കുടം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേറൂർ 9ാം ഡിവിഷനിൽ സ്നേഹഹർഷം കുട്ടികൾക്കായുള്ള പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ഏകദിന ശില്പശാല ഒരുക്കുകയും ചെയ്തു. കുറ്റുമുക്ക് കസ്തൂർബ സ്മാരക വായനശാലയിൽ ഡിവിഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്ത ശില്പശാല വായനശാല പ്രസിഡന്റ് നന്ദകുമാർ ആലത്ത് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ ഉദ്ഘാടനം ചെയ്തു. പത്മിനി ആശംസകൾ അറിയിച്ചു. സെന്റ് മേരീസ് കോളേജ്, സെന്റ് തോമസ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ്, നെന്മാറ, നേതാജി കോളേജുകളിലെ സാമൂഹ്യ പ്രവർത്തന ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്,
തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഓണത്തോടനുബന്ധിച്ച് പുസ്തക പൂക്കളമൊരുക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഇടയിൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അക്ഷരോന്നതി പദ്ധതിയുടെ പ്രചരണാർത്ഥം കളക്ട്രേറ്റിൽ പുസ്തകങ്ങൾ കൊണ്ട് പൂക്കളമൊരുക്കി. മലയാള സാഹിത്യത്തിലെയും ഇംഗ്ലീഷ് സാഹിത്യത്തിലെയും വിവിധ എഴുത്തുകാരുടെ 201 പുസ്തകങ്ങൾ കൊണ്ടാണ് പൂക്കളമൊരുക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ PN പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രോജക്ട് മാനേജർ ശ്രുതി ശിവൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പേർട്ട് വിജയ് ഘോഷ് എന്നിവർ, വിവിധ ബ്ലോക്കുകളിലെ കോർഡിനേറ്റർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ ഫാദർ ആന്റണി മാളിയേക്കലിന്റെ 24ാം ശ്രാദ്ധാചരണം സംഘടിപ്പിച്ചു. ഫാദർ ആന്റണി മാളിയേക്കലിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന അസംഷൻ കോൺവെന്റിൽ നിന്നും പള്ളിയിലേക്ക് ഛായാചിത്രം വഹിച്ചുള്ള പ്രദക്ഷിണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. അനുസ്മരണ സമൂഹബലിക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ വചന സന്ദേശം നൽകി. ഫാദർ ജോസ് മാളിയേക്കൽ, ഫാദർ മാർട്ടിൻ കൊളമ്പേത്ത്, ഫാദർ റോയ് വേളക്കൊമ്പിൽ തുടങ്ങി 25ഓളം വൈദികരും 50ൽ പരം സന്യസ്തരും പങ്കെടുത്തു. എല്ലാവർക്കും ഭക്ഷണ വിതരണം നടത്തി. പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ, കൺവീനർ ബെന്നി ചിറ്റിലപ്പിള്ളി, ജോസ് താഴേക്കാടൻ, വർഗീസ് കുന്നംകട, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മുൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മെമ്പറും CPIM തെക്കുംകര ലോക്കൽ കമ്മിറ്റി അംഗവുമായ കരുമത്ര എരുമക്കാട്ടിൽ E ചന്ദ്രൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് ചെറുതുരുത്തി ശാന്തി തീരത്ത്. ദേശാഭിമാനി സർക്കുലേഷൻ വിഭാഗം മുൻ ജീവനക്കാരനായിരുന്നു. മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റും ന്യൂസ് പേപ്പേഴ്സ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി അംഗം, തെക്കുംകര മേഖല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഭാര്യ ശ്രീദേവി, മക്കൾ അരുൺ, അരുണ, മരുമക്കൾ ജയകൃഷ്ണൻ. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം. പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട്? നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം. പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. വാർത്തകൾ തുടരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് അറസ്റ്റിലായ 2 പ്രതികൾ റിമാൻഡിൽ. മാന്തട്ടിൽ വീട്ടിൽ ഹരിസുധൻ, ചെമ്പിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണുവർദ്ധൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഹരിസുധന് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 മോഷണ കേസുകളുണ്ട്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട മുട്ടൻ ഷൈജുവിനെ കാപ്പ ചുമത്തി ജയിലിലാക്കി. 54 ഗുണ്ടകളെ കരുതൽ തടങ്കലിൽ വെച്ചു. 110 ഗുണ്ടകളെ നാട് കടത്തുന്നത് ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, പാട്രിക്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ മോഹൻ, അജിൻ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും കാപ്പ ചുമത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അഴീക്കോട് പുത്തൻപള്ളി സ്വദേശി മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ അപ്പുമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK,
SI-മാരായ കശ്യപൻ, സാലിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് സ്റ്റേഷൻ റൌഡി ബണ്ടി എന്നറിയപ്പെടുന്ന കാർത്തിക് റിമാൻഡിൽ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO സരിൻ AS, SI അഫ്സൽ, GASI വിജയൻ, CPO-മാരായ ആഷിഖ്, ഹബീബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരൻ ജോലിയെടുക്കുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഒല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് മർദ്ദിക്കുന്ന രംഗം കണ്ട് നടപടിയെടുക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ഓണം വർണ്ണാഭമാക്കാൻ ചെങ്ങാലിക്കോടനും സ്വർണ്ണമുഖിയും ഉത്രാടച്ചന്ത കീഴടക്കി. കുണ്ടുക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓണസദസ് 2025 മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. CSB ബാങ്കിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CSB ബാങ്ക് സമരസഹായ സമിതി ഹെഡ് ഓഫീസിന് മുൻപിൽ പട്ടിണി സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.